ഈ ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ മാത്രമായിരുന്നു കേട്ടോ എനിക്ക് അന്നേ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ സമാധാനത്തിൽ നല്ല സാവധാനത്തിൽ ആസ്വദിച്ച് ചെയ്യാൻ തുടങ്ങായിരുന്നു കേട്ടോ ഈ കേക്ക്. ആ സമയത്താണ് എനിക്കൊരു 8ൻ്റെ പണി വന്ന് വീണത് കേട്ടോ. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഈ കേക്ക് എന്ന് പറയുന്നത് 1 kg വൈറ്റ് ഫോറസ്റ്റ് ആണ്. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വൈഫ് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. പെർഫെക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ആയിരിക്കണം കേട്ടോ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ പൈപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ വീണിട്ടുണ്ടാവണം. അങ്ങനെ മുറിഞ്ഞ് ഇടയ്ക്ക് വീണ് പോകാതെ നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം എടുക്കരുത്. അത് അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി, ഒന്ന് ലൂസായി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ക്രീം എടുത്തിട്ട് ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ ഇതേപോലെ സെൻറ്ററിലൊന്ന് എഴുതി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈൻ ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സ്ക്വയർ കുറച്ചൊന്ന് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ലൈൻ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന നമുക്കറിയാം അവിടെ ഒരു ലൈൻ ഉണ്ട് എന്നുള്ള കാര്യം. അല്ലാതെ കാണുന്നവർക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ എഴുതുമ്പോൾ അതങ്ങ് മറഞ്ഞു പോവും, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ലൈൻ ഇങ്ങനെ നേരെ നീളത്തിലിങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിലേക്ക് എടുക്കുന്ന ക്രീം ജസ്റ്റ് ഒന്ന് ക്രീമിലേക്ക് നല്ല രീതിയിലൊന്ന് റെഡ് കളറൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു ചെറിയൊരു ഡിസൈൻ മാത്രം, അതായത് ഒരു കുഞ്ഞു ഹാർട്ടും പിന്നെ ആ ഒരു മാറ്റർ എഴുതി കൊടുക്കുന്നു, അത്ര മാത്രമേ അതിനകത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നല്ല ഹൈലൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നല്ല റെഡായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മാജിക് കളേഴ്സിൻ്റെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എഴുതി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ സാവധാനത്തിൽ ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ മുറിയാതെ കറക്റ്റ് നമ്മൾ എവിടെ നിർത്തുന്നു അവിടെ ക്രീം കട്ടാവുള്ളൂ, ആ ഒരു രീതിയിൽ എഴുതിയാൽ മതി. എന്നിട്ട് എഴുതി കൊടുത്തതിന് ശേഷം ഞാൻ കുഞ്ഞ് ഹാർട്ടും കൂടി ഇങ്ങനെ ഇതേപോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ കളർ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ കൊടുക്കുന്ന കേക്കാണെങ്കിൽ നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ കളർ കൊടുക്കുമ്പോൾ ഒരു വൈറ്റ് ക്രീമിൽ ഈ റെഡ് വരുന്ന സമയത്ത് പെട്ടെന്ന് അതിങ്ങനെ സ്പ്രെഡ് ആവും, കുറേ ടൈം ഇരിക്കും. അപ്പോൾ കൂടുതൽ കളർ ആഡ് ചെയ്തിട്ടുള്ള ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കളറിനൊക്കെ അങ്ങനെ ഒരു പ്രശ്നമാണ്. പക്ഷേ ഈ വൈറ്റും റെഡും നമ്മൾ കളർ കോമ്പിനേഷനായിട്ട് ചെയ്യുന്ന സമയത്ത് അവർ റെഡ് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ട്, എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. പിന്നെയാണ് ഞാനത് ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് എഴുതി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പോൾ അവിടെ തൊട്ടാണ് എൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അത് തെറ്റിപ്പോയതും അതുകൊണ്ട് തന്നെയാണ്. ആ ഒരു ക്രീം നല്ല രീതിക്ക് എഴുതി കൊണ്ടുവന്ന് ക്രീം അവിടെ എത്തിയപ്പോഴത്തേക്കും ക്രീമും കറക്റ്റ് നിൽക്കണില്ല. നല്ല കറക്റ്റായിട്ടുള്ള ക്രീമാണ്, പക്ഷേ എൻ്റെ ഒരു കൈയുടെ വിറയലും ഉണ്ടായിരിക്കും, അത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഞാൻ ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്നാണ് ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സ്പേസ് നോക്കി കറക്റ്റാക്കി പോവുള്ളായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ എനിക്കെന്തോ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് മൈ ബെറ്റർ ഹാഫ് എന്നാണ്. പിന്നെ അങ്ങനെ എഴുതി വന്ന സമയത്ത് കറക്റ്റ്, പക്ഷേ ആ ഒരു കേക്കിൻ്റെ എൻഡ് വരെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ എത്തുമ്പോൾ അത് കറക്റ്റ് അവിടെ തന്നെ നിർത്താൻ പറ്റുമെന്ന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എല്ലാം കൂടി എനിക്കൊരു ടെൻഷനായിപ്പോയി. അങ്ങനെ ഞാനത് അത്ര എഴുതി കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള കോളെന്ന് പറയുന്നത് എൻ്റെ ഒരു റിലേറ്റീവ് ഹോം ബേക്കറാണ്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഓർഡർ ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ അതെന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അവൾക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഓർഡറെല്ലാം കൺഫേം ആക്കിയതാണ്. പക്ഷേ അന്ന് അവൾക്കൊരു കല്യാണം ഉള്ളതുകൊണ്ട് കേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. എന്നാലും അവൾ കേക്ക് കൺഫേം ആക്കി. കാരണം ഞാനുണ്ടല്ലോ ചെയ്ത് കൊടുക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ അവളത് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഓർഡർ എന്നെ വിളിച്ച് പറയാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം 4 മണിക്ക് കൊടുക്കാനുണ്ടായിരുന്ന കേക്കാണ്. പക്ഷേ അവൾ പറഞ്ഞപ്പോൾ തന്നെ 2:30 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ 1.5 മണിക്കൂറേ ഉള്ളൂ എനിക്ക് കേക്ക് ചെയ്യാനും ഐസിങ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട്. ആകെ ടെൻഷൻ അടിച്ച്, പക്ഷേ നമുക്ക് ഓർഡർ ക്യാൻസൽ ചെയ്യാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. 1.5 മണിക്കൂറേ എനിക്കുള്ളൂ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും കേക്ക് ബേക്കായി കിട്ടണമല്ലോ, ഞാൻ എന്ത് ചെയ്യും? പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനും പറ്റില്ല. കാരണം അവൾ ഓർഡർ എടുത്തതല്ലേ, അവരോട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അവർ വേറെ എവിടെ നിന്നെങ്കിലും വാങ്ങിയേനെ. പക്ഷേ അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള കേക്ക് നമ്മൾ പിന്നെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി തരാം, കുറച്ച് ടൈമും കൂടി എനിക്ക് കിട്ടണം. കാരണം ഇതെല്ലാം ഒന്ന് റെഡിയായി വരണം. അല്ലാതെ നമുക്ക് വേറെ ഒന്നിനുമല്ല, ആ ഒരു കേക്ക് റെഡിയായി വന്ന് ബേക്കായി വന്ന് നമുക്ക് ഐസിങ് ചെയ്യാനുള്ള ടൈം കിട്ടണം. അതനുസരിച്ചിട്ട് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. 1 kg ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. പക്ഷേ ഇത് 2 kg കേക്കായിരുന്നു. സ്ക്വയർ ടൈപ്പിലായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. എൻ്റെ 2 kgയുടെ ടിന്നെന്ന് പറയുന്നത് സ്ക്വയർ ടിന്നായിരുന്നു. അപ്പോൾ അതും ഒന്ന് ഐസിങ് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾ ചെയ്ത് വെക്കാം എന്നുള്ള കാര്യങ്ങൾ എനിക്ക് അത്ര ഒരു 1.5 മണിക്കൂറിൽ ഞാൻ ആ കേക്ക് എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു ഓർഡർ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് അപ്പോൾ എനിക്ക് പിടികിട്ടി. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു ഓർഡർ വന്ന ആ ടൈമിൽ തന്നെ പെട്ടെന്ന് ഞാൻ ഈ ഡിസൈൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണല്ലോ, പെട്ടെന്ന് തന്നെ ഞാൻ അത് ചെയ്തിട്ട് ആ കേക്കിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്തിട്ട് പെട്ടെന്ന് ഞാനിത് ബീറ്റ് ചെയ്യാൻ വേണ്ടി ക്രീമെല്ലാം മുട്ട ബീറ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച ടൈമിൽ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചു, ക്രീം ബീറ്റ് ചെയ്ത് വെച്ചു, പിന്നെ ഫില്ലിങ്സ് കൊടുക്കാനുണ്ടായിരുന്ന ചെറിയും ചോക്ലേറ്റും കട്ട് ചെയ്ത് വെച്ചു, ബോക്സ് റെഡിയാക്കി വെച്ചു. അങ്ങനെ ആ ഒരു കേക്ക് ബേക്കായി വരുന്ന ടൈമിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നൈഫ്, സ്ക്രാപ്പർ, ടിഷ്യൂ, അങ്ങനെ അതുൾപ്പെടെയുള്ള എല്ലാ സംഭവങ്ങളും, ടേൺ ടേബിൾ ഉൾപ്പെടെ, ബോർഡ് ഉൾപ്പെടെ എടുത്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ബേക്കായി വരുന്നോന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ബേക്കായി നമ്മൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ബേക്കായി കിട്ടിയ ഉടനെ തന്നെ അതെടുത്ത് കൊണ്ടുവന്ന് ആ ചൂടോട് തന്നെ കൊണ്ടുവന്ന് ഞാൻ ഫാനിൻ്റെ താഴെ വെച്ചിട്ട് നല്ല ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് നമ്മളെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് തണുത്തപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തു. അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കേക്കിൽ നിന്ന് നല്ല രീതിയിൽ ആവി പറക്കണുണ്ടായിരുന്നു, കേക്ക് പൊടിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ചൂട് ആറാതെ തണുക്കാതെ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും കേക്ക് പൊടിഞ്ഞു പോകും. ഞാൻ അതൊന്നും നോക്കാൻ നിന്നില്ല, പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മളൊന്നും കൂടി ഫാനിൻ്റെ താഴെ വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് തണുത്ത് കിട്ടും. അല്ലാതെ നമ്മൾ ഒറ്റ കേക്കായിട്ട് വെക്കുന്ന സമയത്ത് ആ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, അത്രയും അങ്ങനെ തണുത്ത് വരണമല്ലോ. ഇത് ലെയർ ചെയ്ത് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് തണുത്ത് കിട്ടും. അങ്ങനെ പെട്ടെന്ന് തണുത്ത് കിട്ടിയിട്ട് ഞാൻ ഷുഗർ സിറപ്പ് പെട്ടെന്ന് തന്നെ ഞാൻ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് വെറ്റ് ചെയ്ത് കേക്ക് ഏകദേശം ഒന്ന് ഐസിങ് ചെയ്തെടുത്തു. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ റെഡിയായോ എന്ന് ചോദിച്ചിട്ട് വിളിക്കണുണ്ടായിരുന്നു. ആ വിളിക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ചും കൂടെ ടെൻഷനാവും. അല്ലാതെ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്നുള്ളൊരു സമാധാനമുണ്ട്, ആ ഒരു കോൺഫിഡൻസോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അവർ കസ്റ്റമർ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ഒരു ടെൻഷനാവും. അങ്ങനെ പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്തു. പക്ഷേ സ്ക്വയർ കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു 4 വശങ്ങളൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എത്ര നമ്മൾ പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു സ്ക്വയർ കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേസമയം റൗണ്ട് കേക്കാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒറ്റ റൗണ്ട് ഇങ്ങനെ കറക്കി വരുമ്പോൾ തന്നെ ഏകദേശം ഒന്ന് റെഡിയായി കിട്ടും. അപ്പോൾ എനിക്ക് ആ ഒരു സൈഡ് ക്ലിയർ ചെയ്തെടുക്കാനുള്ള ടൈമൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ലീഫ് നോസിലുണ്ടല്ലോ അത് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അതിൻ്റെ മുകൾ വശം ഒന്ന് ക്രം കോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അതിൻ്റെ ടോപ്പിൽ മാത്രം ഞാൻ നല്ല രീതിക്ക് ഒന്ന് ക്രീം കൊടുത്ത് ഒന്ന് ഫിനിഷ് ചെയ്ത് എടുത്തതിന് ശേഷം സൈഡിൽ ഞാൻ ഫിനിഷ് ചെയ്തെടുക്കാൻ നിന്നില്ല. അവിടെ ലീഫ് നോസിൽ വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടല്ലോ അത് കൊടുത്തിട്ടാണ് അവിടെ ആ ഒരു ക്രംസൊക്കെ പുറത്ത് കാണാതെ ഒന്ന് മറച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു എഡ്ജൊന്നും കറക്റ്റായിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കേക്കിൻ്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ആദ്യത്തെ ടൈമിലൊക്കെ ചെയ്യുന്ന ആ ഒരു മോഡലായിരുന്നു കേട്ടോ ആ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആ ഒരു നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാനെന്നുള്ള ടൈമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഫില്ലിങ്സ് കൊടുക്കുന്നത് കുറച്ച് സാധാ കൊടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ കൊടുത്തു. കാരണം കേക്ക് തണുക്കാതെ കഴിക്കുന്ന സമയത്ത് എന്തായാലും ഒരു ടേസ്റ്റ് കുറവ് കാണുമല്ലോ. നല്ലോണം ഫ്രിഡ്ജിലിരുന്ന് സെറ്റായാൽ മാത്രമേ കേക്കിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ഫില്ലിങ്സ് കഴിക്കുന്നതിൽ ഒന്ന് മറിഞ്ഞു പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതലാണ് ഫില്ലിങ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് ആ കേക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വന്ന 2-3 കേക്കെല്ലാം അതേപോലെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനുള്ളതായിരുന്നു. അതേസമയം ഒരുമിച്ചാണ് നമുക്കങ്ങനെ ഓർഡർ വന്നിരുന്നെങ്കിൽ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് നമുക്ക് ഒരുമിച്ച് വെക്കാൻ പറ്റും. ഇതങ്ങനെയല്ല, ഒരെണ്ണം ചെയ്ത് കൊടുത്ത് ചിലപ്പോൾ അത് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അടുത്ത ഓർഡർ വരുന്നു, അതും പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനായിരിക്കും. അത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അടുത്ത കേക്കും പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ വരുന്നു. അങ്ങനെ വെപ്രാളപ്പെട്ട് ചെയ്യേണ്ട കേക്കുകളായിരുന്നു അന്നത്തെ ദിവസം ഫുള്ള് എനിക്ക് രാത്രി വരെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ കേക്ക് ഞാൻ ഏകദേശം ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ട് അതൊന്ന് പെട്ടെന്ന് തന്നെ ഡെലിവർ ചെയ്തു. ഫ്രിഡ്ജിൽ വെക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ അത് ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ കസ്റ്റമർ കഴിച്ചിട്ട് പ്രത്യേകിച്ച് അതിനെക്കുറിച്ചുള്ളൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അത്രയും നല്ല രീതിക്കാണ് മിൽക്ക് മെയ്ഡും ചോക്ലേറ്റും ഒക്കെ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ വന്നിട്ടുള്ള ഒരു ഓർഡർ എന്ന് പറയുന്നത് ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. അതും ഇതേപോലെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനുള്ളതായിരുന്നു. അതും പിന്നെ റൗണ്ടായിരുന്ന 1 kg ആയിരുന്നതുകൊണ്ട് കുറച്ച് എളുപ്പമായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ചെയ്തു കൊടുത്ത സമയത്ത് അതിലും ആ ഒരു നേരത്തെ ചെയ്തതിൻ്റെ ആ ഒരു ടെൻഷൻ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം പിന്നെ അങ്ങോട്ടുള്ള
കേക്കിലെല്ലാം ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എഴുതുന്ന സമയത്ത് ടീക്ക് ആ ഒരു വരയുണ്ടല്ലോ, ലൈൻ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ഇങ്ങനെ ഒരു ലൈൻ മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു സംഭവം ഞാൻ വരച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലായത്. പിന്നെ അതും കൂടി ഒന്ന് എഴുതി കൊടുത്തിട്ട് കറക്റ്റാക്കി തന്നെ എഴുതി കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് ഒരു കുറച്ച് ടൈമേ അതും ഫ്രിഡ്ജിൽ വെക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു 1/2 kg കേക്കായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇതേപോലെ ഒരു ഹാർട്ട് സെൻറ്ററിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ചുറ്റിലായിട്ടാണ് ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് എന്ത് ഡിസൈൻ ചെയ്യുന്നൊക്കെ ആലോചിച്ചതിന് ശേഷം സ്വന്തമായിട്ട് ഞാൻ ഒരു ഡിസൈൻ കണ്ടുപിടിച്ചിട്ട് അങ്ങ് ചെയ്തതാണ്. അപ്പോൾ അതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ഒരു ഹാഫ് തുടങ്ങിയിട്ട് അടുത്ത് പകുതി എത്തുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതി നിർത്താൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത്. പക്ഷേ അവർ ആനിവേഴ്സറിയിൽ നിന്ന് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു സ്പേസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എഴുതി കൊടുക്കുന്നത് ബോറാവും എന്നുള്ളതുകൊണ്ട് ഞാൻ അത് മുകളിലാണ് ബാക്കി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം എഴുതിയ സമയത്ത് അവിടെയും തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പേസ് വരാതെ എല്ലാ ലെറ്റേഴ്സും ഇങ്ങനെ ഒരുമിച്ച് വരുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്ന് വീണ്ടും എടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും അവിടെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയും ഒരു ചെറിയ മിസ്റ്റേക്ക് ആ കേക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്ത് തന്നെയാണ് പോയിട്ടുള്ളത്. അങ്ങനെ എല്ലാ കേക്കിലും ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ മിസ്റ്റേക്സ് എല്ലാം. പിന്നെ അത് എഴുതി കൊടുത്തതിന് ശേഷം പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. അപ്പോൾ അതും പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നുള്ള ടൈം കിട്ടിയില്ല. അതേപോലെ തന്നെ നേരത്തെ ചെയ്തിട്ടുള്ള 2 kgയുടേതും എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ 2 കേക്കിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ ചെയ്തിട്ടുള്ള കേക്കെല്ലാം കുഴപ്പമില്ല, അത്യാവശ്യം കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. അതേസമയം ആ സ്ക്വയർ കേക്ക് മാത്രമായിരുന്നു എനിക്ക് അത്രയും ഒരു ഫിനിഷിംഗ് ഇല്ലാതെ ചെയ്യാൻ പറ്റിയത്. പിന്നെ 1.5 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിലൊക്കെയാണ് നമുക്കങ്ങനെ ഓർഡർ വരുന്നതെങ്കിൽ ചെയ്ത് കൊടുക്കാമെന്ന് പറയും കസ്റ്റമറിനോട്. ഞാൻ ഓർഡർ എടുക്കാതിരിക്കാറൊന്നുമില്ല. 2 മണിക്കൂറൊക്കെ മാക്സിമം കിട്ടുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കും. പക്ഷേ നമുക്ക് ഞാൻ കസ്റ്റമറിനോട് പറയും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ടൈം കിട്ടില്ല, നമുക്ക് അതിനനുസരിച്ചിട്ട് കേക്കിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെ നേരത്തെ പറയും. അത് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ 2 മണിക്കൂറിനുള്ളിൽ കേക്ക് റെഡിയാക്കി കൊടുത്ത് കേക്ക് കൊള്ളൂല എന്നൊരു കാര്യം കേക്കിൻ്റെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഓർഡർ എടുക്കുകയുള്ളൂ. പിന്നെ ഡിസൈനും അതേപോലെ തന്നെ നമുക്ക് വലുതായിട്ട് ഹെവി ആയിട്ടുള്ള ഡിസൈനൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ള എന്തെങ്കിലും ഡിസൈൻ ആയിരിക്കും ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷമല്ലേ നമ്മൾ ചെയ്യുന്നത്. അതൊന്നും നോക്കാനുള്ള ടൈമൊന്നും കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് അപ്പോഴും മനസ്സിൽ തോന്നുന്ന എന്താണോ ഡിസൈൻ അതനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ കേക്ക് ബേക്കാവുന്ന ടൈമിലൊക്കെ ഈ കളറൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഡിസൈനൊക്കെ ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിൽ ഏകദേശം ഒരു ഐഡിയ ഒക്കെ വരുത്തി വെക്കുന്നത് നന്നായിരിക്കും. നമ്മൾ കാര്യം പറയുന്ന സമയത്ത് നല്ല സിമ്പിളായിട്ട് പറയുമെങ്കിലും നമുക്ക് ആ സമയത്തെ ടെൻഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ടെൻഷനാണ്. കാരണം ആ ഒരു 1 kg കേക്ക് ഞാൻ പെട്ടെന്ന് തന്നെയാണ് ചെയ്ത് കൊടുത്തുള്ളത്. ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആയാലും വൈറ്റ് ഫോറസ്റ്റ് പിന്നെ ഒരു 1/2 kg ചെയ്തതൊക്കെ. പക്ഷേ അതൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തെങ്കിലും റൗണ്ട് കേക്കായിരുന്നു. അങ്ങനെയൊക്കെ കുറേ എനിക്ക് എളുപ്പത്തിനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു 2 kg കേക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു 2 kg ബാറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബാറ്ററാണല്ലോ. അപ്പോൾ അതൊന്ന് ബേക്കായി വരാൻ നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ബേക്കായി കിട്ടിയാലല്ലേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 2 ടിന്നിൽ ഒഴിച്ച് ബേക്ക് ചെയ്യണം. എൻ്റെ കയ്യിൽ അങ്ങനെ 2 ടിൻ ഉണ്ടായിരുന്നില്ല, ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഒരുമിച്ച് ഒഴിച്ച് ബേക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ടൈം എടുക്കും അത് ബേക്കായി വരാൻ. അല്ലെങ്കിൽ നമുക്ക് 2 ടിന്നിൽ ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് അപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ സ്ക്വയർ കേക്ക് ആ ഒരു എഡ്ജ് ക്ലിയറാക്കി എടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പണിയുള്ള കാര്യമാണ്. നമ്മൾ എത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലും അത് ആ ഒരു ടെൻഷനോടുകൂടി ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ചെയ്താലും അത് ആ സമയത്ത് നമുക്ക് ക്ലിയറായി വരത്തേയില്ല. അല്ലാതെ ടൈമിൽ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കും. നല്ല റിലാക്സ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്ക്വയർ കേക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ടെൻഷനോടുകൂടി ചെയ്യുന്ന സമയത്ത് എത്ര നമ്മൾ ചെയ്താലും അത് ശരിയായി വരത്തുമില്ല. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ആ കേക്ക് ചെയ്തതിൽ എനിക്ക് നല്ല രീതിയിൽ പേടിയില്ല, ഒരു നല്ല പെട്ടെന്ന് നമുക്ക് കസ്റ്റമറിന് കൊടുക്കണമല്ലോ, നമ്മൾ വാക്ക് പറഞ്ഞതില്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കൊടുക്കണമെന്നുള്ളൊരു ഇതും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുത്തതായിരുന്നു. അതെല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കിച്ചണൊക്കെ ഒരു അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. കാരണം പാത്രങ്ങളെല്ലാം എവിടെയാണെന്ന് മറ്റേത് ഞാൻ ചെയ്യുന്ന സമയത്ത് ഓരോന്നും ക്ലീനാക്കിയാണ് ചെയ്തു പോകുന്നത്. എടുക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പം തന്നെ ക്ലീനാക്കി അങ്ങ് മാറ്റും. അതായത് നമ്മൾ ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് നമുക്ക് ക്ലീൻ ചെയ്യാൻ കാണും. എന്നാലും ആ സമയത്ത് എല്ലാം കൂടി കൂട്ടിയിട്ടിട്ട് ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ അങ്ങനെയൊന്നും ഇടാറില്ല. സാധാരണ ഞാൻ കേക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ്. നമ്മളെ വീട്ടിലെ ബാക്കിയുള്ള ജോലികളെല്ലാം ഏകദേശം ഒന്ന് ഒതുക്കിയതിന് ശേഷമായിരിക്കും കേക്ക് ചെയ്യാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ കേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്ത്
ചെയ്തതിന് ശേഷം ഇത് അങ്ങനെ കുറച്ച് നമ്മൾ മനസ്സിലൊരു കണക്കൂട്ടലൊക്കെ വെച്ചിട്ടായിരിക്കും നേരത്തെ വരുന്ന ഓർഡേഴ്സൊക്കെ ആണെങ്കിൽ ചെയ്യുന്നത്. പെട്ടെന്ന് വരുന്നതിനകത്ത് നമുക്ക് അങ്ങനെയൊന്നും നോക്കാനോ എടുക്കാനോ ഒന്നുള്ള ടൈം കിട്ടില്ല, പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ക്രീം എടുക്കുന്നത് കറക്റ്റായിട്ട് ക്രീം എടുക്കുന്നു, ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നു. കളറെടുത്ത് മിക്സ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കളർ എവിടെയാണ് വെക്കേണ്ടത് കറക്റ്റ് ആ ഒരു സ്ഥലത്ത് തന്നെ തിരിച്ച് വയ്ക്കുന്നു. അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം പിന്നെ അങ്ങനെയൊന്നും നോക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. കളർ എടുക്കുന്നു, മിക്സ് ചെയ്യുന്നു, അവിടെ തന്നെ ഇടുന്നു, ക്രീം എടുക്കുന്നു, ബീറ്റ് ചെയ്തത് അങ്ങനെ അങ്ങനെ ബീറ്റർ അവിടെ തന്നെ വെച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ തന്നെ നമ്മൾ ചെയ്തത് അവിടെ തന്നെ ഇട്ടിട്ട് കേക്കിൻ്റെ അതിൽ മാത്രമായിരുന്നു ശ്രദ്ധ മുഴുവൻ. അപ്പോൾ ബാക്കിയെല്ലാം അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഡെലിവറി ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇരുന്നൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് പിന്നെ എണീറ്റിട്ട് ബാക്കിയുള്ള പണികളെല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അന്ന് അതിന് വേണ്ടിയിട്ട് അങ്ങ് മെനക്കെട്ടുമെന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം ഒരു വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടിയിട്ട് ഉള്ള ഏകദേശം കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ അന്ന് ബാക്കി പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എഴുതിയ സമയത്തും എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് കൊടുത്തു. പക്ഷേ എന്നാലും നമ്മൾ ആ ചെയ്ത കേക്കിലെല്ലാം അന്ന് രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ ചെയ്തിട്ടുള്ള എല്ലാ കേക്കിലും ചെറിയ മിസ്റ്റേക്ക്, ഒന്നുകിൽ എഴുതുന്നതിലെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തി അത് എടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും ക്ലിയർ ആക്കിയതിന് ശേഷം വീണ്ടും എഴുതി കൊടുക്കേണ്ടി വന്നിട്ടുള്ളതായിരുന്നു എല്ലാ കേക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയും, ടെൻഷനൊന്നും അടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് ആ ഒരു സമയത്ത് നല്ല ടെൻഷനാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അതൊന്നും മനസ്സിൽ കണക്കാക്കി വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടെന്ന് വരുന്ന ഓർഡർ എന്തായാലും എടുക്കണം. ഞാൻ പറയുന്നത് ഓർഡർ മിസ്സാക്കരുത്, നമ്മൾ എടുക്കണം. നമുക്ക് അതൊക്കെ ഒരു എക്സ്പീരിയൻസാണ്. നമുക്ക് ആ ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ 2-2.5 മണിക്കൂറോ കിട്ടുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഒഴിവാക്കി വിടുകയാണെങ്കിൽ ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കേക്ക് നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് നിൽക്കാൻ നമുക്ക് കുറച്ചും കൂടെ ഒരു ധൈര്യം ഉണ്ടാകും. അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ ഒരു ഓർഡർ വരുവാണെങ്കിൽ നിങ്ങൾ എടുക്കുക തന്നെ ചെയ്യണം. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കേക്കിൻ്റെ വർക്കൊക്കെ ഉണ്ടാവുമല്ലോ, ഡിസൈനൊക്കെ തരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അയ്യോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചാൽ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് നമ്മൾ ചെയ്ത് നോക്കണമെന്നാണ് പറയുന്നത്. പിന്നെ കസ്റ്റമറിനോട് നമുക്ക് അങ്ങനെ അത്രയും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പറയണം, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യുന്നത്, എനിക്കിത് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്ത് തരാം, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് മുന്നേ പറഞ്ഞിട്ട് ചെയ്യണം. അല്ലാതെ ഞാൻ അതേപോലെ തന്നെ ചെയ്ത് തരാം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതുപോലെ അല്ലെങ്കിൽ കസ്റ്റമറിന് ദേഷ്യം വരും. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. കാരണം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ നമ്മളത് ചെയ്ത് നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കതുപോലുള്ള കുറേ കാര്യങ്ങൾ ഫോണ്ടൻ്റ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കതൊക്കെ പേടിയായിരുന്നു, ഫോണ്ടൻ്റ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതൊന്നും ചെയ്യണോ വേണ്ടേ അങ്ങനെയൊക്കെ എന്നിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചെയ്ത് നോക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്തെല്ലാം നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതേപോലെ തന്നെ കസ്റ്റമറിനോട് പറയും, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ നന്നാക്കി തരാമെന്ന് മുന്നേ പറഞ്ഞേക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നാലും കസ്റ്റമറിനോട് നമുക്ക് പറയാം, നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താൻ പറ്റും. അതേപോലെ തന്നെയാണ് കളർ മിക്സ് ചെയ്യുന്ന കാര്യത്തിൽ ചില ആൾക്കാർ ഡ്രസ്സിൻ്റെ കളർ അതേപോലെ തന്നെ നമുക്ക് കേക്കിൽ കിട്ടണമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറയും, നമുക്ക് ക്രീമിലേക്ക് നമ്മൾ കളർ മിക്സ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് എന്തായാലും അതുപോലത്തെ കളർ കിട്ടണമെന്നില്ല, ചിലപ്പോൾ നമുക്ക് കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ മാക്സിമം ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കളർ കൂടുതൽ ആഡ് ചെയ്യുന്ന സമയത്ത് കയ്പ്പ് ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്, കയ്യിലും നാക്കിലും ഒക്കെ അത് നല്ല രീതിയിൽ പറ്റി പിടിക്കാനും സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കസ്റ്റമറിന് ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ കംപ്ലയിൻറ്റ് നമ്മളോട് തിരിച്ച് കേക്ക് കൊണ്ടുപോയതിന് ശേഷം തിരിച്ച് കംപ്ലയിൻറ്റ് നമുക്ക് വരാത്ത രീതിയിൽ ആദ്യമേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിതൊന്നും പറയാതെ കറക്റ്റ് കളറിൽ നമ്മൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് അവർ കഴിക്കുന്ന സമയത്ത് കയ്യിലും പിന്നെ വായിലും ഒക്കെ നാക്കിലും ഒക്കെ ഒരുപാട് കളർ ആയിപ്പോയി, അങ്ങനെ നിങ്ങൾ കൂടുതൽ ആഡ് ചെയ്തത് കൊണ്ടാണോ അങ്ങനെ വന്നത്, ക്രീമിന് കയ്പ്പ് ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഒരു വിഷമം ഉണ്ടാവും, അവർക്കും ഒരു വിഷമം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യമേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരും ആ രീതിക്ക് മനസ്സിലാക്കും. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ആയിരുന്നു, ഫോണ്ടൻ്റ് വർക്കൊക്കെ വരുന്ന സമയത്ത് കസ്റ്റമറിനോട് പറയും ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് അതിൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്ത് തരാൻ പറ്റുള്ളൂ എന്നൊക്കെ ആദ്യ ടൈമിലൊക്കെ ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർ പേടിക്കാതെ തന്നെ കസ്റ്റമറിനോട് പറയണം. ഞാൻ പറയുന്നത് ഏത് ഓർഡർ വന്നാലും നിങ്ങൾ ഓർഡർ മിസ് ചെയ്യരുത്, എല്ലാം ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. നമ്മൾ ചെയ്ത് പ്രാക്ടീസ് വന്നാലേ ഈ ഒരു ഇതിൽ നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലാതെ നമ്മൾ ക്ലാസ് റൂമിൽ പോയിരുന്ന് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമില്ല. ഇത് എത്രത്തോളം നമ്മൾ ചെയ്ത് പഠിക്കും അത്രത്തോളം ഭംഗിയായി ചെയ്യാൻ
ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അല്ലാതെ പഠിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു വീഡിയോ കണ്ടതുകൊണ്ടോ യൂട്യൂബിലോ വേറെ എവിടെയെങ്കിലും ഒരു ക്ലാസ്സിൽ പോയിരുന്ന് നമ്മൾ വീഡിയോയോ മറ്റെന്തെങ്കിലും കണ്ടതുകൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനത്തെ ഓർഡർ വന്നാലും മാക്സിമം അത് ചെയ്യാൻ തന്നെ നോക്കണം. അപ്പോൾ അതിൽ കൂടെ നമുക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കേക്കിൻ്റെ ഫോട്ടോസും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കേക്കാണ് ഞാൻ ആ ഒരു വെപ്രാളത്തിൽ ചെയ്തതെന്ന്. അപ്പോൾ എന്നും പറയും പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഈ കേക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമായി എന്ന് തോന്നിയാലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കേക്കിനെ കുറിച്ചുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്നും പറയും പോലെ തന്നെ അത് വിശദമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.